ഹലോ, ഞങ്ങളിപ്പോൾ ഒന്ന് റായ്പൂർ വരെ പോവാം. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഞാനുള്ളത് ഇവിടെ റായ്പൂർ, അതായത് ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനം ആയ റായ്പൂരിൽ നയാ റായ്പൂർ, അടൽ നഗർ എന്ന് പറയും. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഫ്ലാറ്റുകളാണ് കൂടുതലുള്ളത്. ഇതുപോലെ ഈ സൈഡിൽ കാണുന്ന പോലെ ഫ്ലാറ്റുകൾ. നമ്മളെ നാട്ടിലെ പോലെ വീടുകളൊന്നും അങ്ങനെ ഉണ്ടാവില്ല. കൂടുതലും ഫ്ലാറ്റിലാണ് ഇവിടെയുള്ള ആൾക്കാർ താമസിക്കുന്നത്. രണ്ട് സൈഡിലും ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. രണ്ട് സൈഡിലുണ്ടോ ഫ്ലാറ്റ്. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. നമ്മളെ നാട്ടിലെ പിള്ളേർ പോലത്തെ ബസ് സ്റ്റോപ്പ് എന്നല്ല, കണ്ടില്ലേ, വേറെ തന്നെ ഒരു വെറൈറ്റിയാ. വീട് പോലെ പെട്ടെന്ന് തോന്നുമ്പോ ഒരു വീടായിട്ടെല്ലാം തോന്നും. കുറച്ച് മോഡിഫൈഡ് ബസ് സ്റ്റോപ്പാണ് ഇവിടെ. നമുക്ക് മഴയൊക്കെ കൊള്ളാണ്ട് ടിക്കറ്റ് ഇവിടെ തന്നെ എടുക്കാൻ പറ്റും. വഴിയിൽ നല്ല അടിപൊളി മരങ്ങളും വെച്ച് പിടിച്ച് ചെടികളും എല്ലാം അടിപൊളിയാണ്. നല്ല അടിപൊളി സ്ഥലം. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫുള്ള് പശുക്കളായിരിക്കും റോഡും മേലും. നമ്മള് വണ്ടി എടുത്തെല്ലാം പോകുന്ന സമയത്ത് റോഡിലൂടെ സൈഡിൽ നിന്നെല്ലാം ഉണ്ടാവും പശുക്കൾ കയറി വരുന്നത്. റോഡിൽ മനുഷ്യന്മാരെക്കാളും കൂടുതൽ നമ്മൾ കാണും പശുക്കളെ തന്നെയാ. അടിപൊളി റോഡാട്ടോ ഇവിടെ എല്ലാം നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വെച്ച് ഛത്തീസ്ഗഡ് സർക്കാർ. അപ്പോൾ അടിപൊളി നിങ്ങൾക്ക് കാണാം. പിന്നെ അടിപൊളി റോഡ്, നല്ല നാട്ടിലെ പോലെ ഒന്നുമല്ല. നല്ല സൈഡിലൊക്കെ കെട്ടി അടിപൊളി ഡിവൈഡറൊക്കെ ചെയ്ത്. ഇവിടുത്തെ KB സ്കൂൾ, അത് കേന്ദ്രീയ വിദ്യാലയം കാണുന്നത്. അപ്പോൾ ഛത്തീസ്ഗഡിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ കുറച്ച് ഒരു ജംഗിൾ സഫാരി ഒക്കെ ഉണ്ട്. നേരെ പോയാൽ, പക്ഷേ നമുക്ക് നേരല്ല, നമുക്ക് റായ്പൂരിലേക്കാവുന്നത്. അതുകൊണ്ട് വലത്തോട്ട് പോകണം. പിന്നെ ഇവിടെ നമ്മളെ നാട്ടിലെ പോലെ ഹെൽമെറ്റ് നിർബന്ധമില്ല കേട്ടോ. ഇഷ്ടമുള്ള ആൾക്ക് വെക്കാം. പിന്നെ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ചെക്കിങ് കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഹെൽമെറ്റ് വെച്ചില്ലേ ഫൈൻ അടക്കണ്ടേ. ഇവിടെ അങ്ങനത്തെ കാര്യം ഒരു പ്രശ്നമേ ഇല്ല. പിന്നെ പോലീസിൻ്റെ മുന്നിൽ പോലും ഹെൽമെറ്റ് വെക്കാണ്ട് ആൾക്കാർ പോകുന്നത്. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വെച്ചാൽ മതി എന്നുള്ളൊരിതാ. പോലീസുകാരനെ വെക്കേണ്ടത് ഇപ്പോൾ നമ്മളിപ്പോൾ NH30 NH30 വരുന്ന ഇതിൻ്റെ നേരെ ഒരു സൈഡ് നേരെ ഹൈദരാബാദിലേക്കാണ്, മറ്റേ സൈഡ് നേരെ നാഗ്പൂർ, മഹാരാഷ്ട്ര. ഇത് കണക്ട് ചെയ്തിട്ടുള്ള ഹൈവേ ആണ്. മഹാരാഷ്ട്രനെയും ആന്ധ്രനെയും തെലങ്കാനയൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഹൈവേ ഇത്. നമ്മൾ 4 വരി പാത, അടിപൊളി സാധനം. പക്ഷെ ഇവര് ഹൈവേന്റെ സൈഡിൽ അടിപൊളിയാക്കിയിരുന്നു, കാണാൻ നല്ല അടിപൊളി സ്ഥലം. ഇതിപ്പോ ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം നമ്മൾ വണ്ടി സൈഡാക്കിയതാ. കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക നല്ലൊരു പ്രകൃതി ഭംഗി. ആ രണ്ട് സൈഡിൽ, റോഡിന്റെ രണ്ട് സൈഡിൽ നല്ല ഭംഗിയുണ്ട്. നമുക്ക് വണ്ടിയിൽ പോകുമ്പോൾ തന്നെ നല്ലൊരു. വീഡിയോ ഒക്കെ എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല, കാരണം മഴക്കാറുണ്ട്. നിങ്ങൾക്ക് കാണാം, ക്ലാരിറ്റി കുറവാ. അല്ലെങ്കിലും ഫോണിലാണ് എടുക്കുന്നത്, ക്ലാരിറ്റി കുറച്ച് കുറയും. കൂട്ടത്തിൽ മഴയും മഴക്കാറും. നമ്മൾ ഹൈവേൻ്റെ മുകളിലേക്ക് കയറി നേരെ ഇപ്പോൾ റായ്പൂരിലേക്ക് ലക്ഷ്യം വെച്ച് പോവാം. നമ്മൾ താമസിക്കുന്നത് എത്ര കിലോമീറ്റർ ഉണ്ട് റായ്പൂരേക്ക്? 24 കിലോമീറ്റർ ഉണ്ട് റായ്പൂരിലേക്ക്. പക്ഷേ മൊത്തം റായ്പൂർ മാറിയിട്ട് ഇങ്ങോട്ട് വരുന്നല്ലേ ഇപ്പോൾ റായ്പൂരിലേക്ക്. ശ്മശാനം തോന്നി സൈഡിൽ കാണുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയാ തോന്നുന്നത്. എന്താ എനിക്ക് മനസ്സിലാക്കില്ല. നാട്ടിലുള്ള പോലെ ശ്മശാനം പോലെ എനിക്ക് അതിന്റെ ഇതെല്ലാം കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാക്കില്ല. നമ്മളിപ്പോൾ സിറ്റിൻ്റെ അടുത്തെത്താറായി. അതാണ് നല്ല വഴിയാട്ടാ, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെയും പറയുന്നുണ്ടെന്ന് കേൾക്കും. അടിപൊളി വഴിയാണ്. നമ്മളിപ്പം നല്ല പുൽമേട് കാണാൻ പറ്റിയ, എന്താ പറയാ, ഇതാണ് സിറ്റി സെന്റർ. റായ്പൂർ എത്തി നമ്മള്. പിന്നെ അവിടെ ഒരു 5-6 എണ്ണം ഉണ്ട് തോന്നുന്നല്ലേ. അതിലൊന്നായത് നമ്മളിതിൽ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അടിപൊളിയാ, കുട്ടികൾ കളിക്കാൻ ഒരുപാട് ഇതുണ്ട്, കാര്യങ്ങളിലുണ്ട് ഉള്ളിൽ. പിന്നെ ഇതിൻ്റെ അടുത്ത് 2 ദിവസം മുന്നേ ഒരു ഫാക്ടറി കത്തിന്ന് കേട്ടോ. നമ്മൾ പോകുന്ന സമയത്ത് അതെനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല, അതിൻ്റെ തൊട്ടപ്പുറം തന്നെയായിരുന്നത്. പിന്നെ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്നതാ, പിന്നെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങാമെന്ന് വിചാരിച്ച് ഫ്രൂട്ട്സ് കട കയറിയത്. ഇത് നമ്മളെ നാട്ടിലുള്ള എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ.
പിന്നെ നാട്ടിലേക്കാളും കൂടുതൽ നാട്ടിൽ കിട്ടാത്ത പല കാര്യങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. റേറ്റെല്ലാം നാട്ടിലെ റേറ്റ് തന്നെയാണ്. ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് നാട്ടിൽ കിട്ടുന്ന. മാങ്ങയെല്ലാം ഇവിടെ ഒന്നും കിട്ടൂല എന്ന് വിചാരിച്ചത് നമ്മളിങ്ങോട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത്. പക്ഷേ മാങ്ങ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഫ്രൂട്ട്സിന് ഒരു പഞ്ഞവും ഇല്ല എന്ന് പറയാം. എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. ഇവിടുത്തെ അമ്പലമാണ് ഇത്. ഇവിടുത്തെ അമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് സൈഡിൽ ചെറുതായിട്ടാണ്. നമ്മളെ നാട്ടിലെ പോലെ ഒരു ഉള്ളോട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഹോസ്പിറ്റലാണ്, നല്ല അടിപൊളി ഹോസ്പിറ്റലാണ് ഇവിടുത്തെ. ഓക്കെ, അപ്പോൾ ഹോസ്പിറ്റലിലെല്ലാം കഴിഞ്ഞ് നേരെ പച്ചക്കറി മാർക്കറ്റിലേക്ക് ഒന്ന് ഇറങ്ങിയതാ. എന്തെങ്കിലും പച്ചക്കറിയെല്ലാം വാങ്ങാൻ വെച്ചിട്ട് ഈ വീഡിയോ എടുത്ത തന്നെയാണ്, അതുകൊണ്ട് വലിയ ക്ലിയർ ഇല്ല. ഇതെന്നാ സംഭവം നമുക്ക് മനസ്സിലായില്ല. ആരെങ്കിലും അറിയെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ. ഇവിടെ എല്ലാ പച്ചക്കറി കടയിലും കാണുന്ന സാധനം. ഇവിടെ കക്കിരി മെയിൻ. ഇവര് കൂടുതലായിട്ട് കക്കിരി കഴിക്കുന്ന ആൾക്കാർ. എവിടെ നോക്കിയാലും കക്കിരി ഉള്ളിയും. പച്ചക്കറിക്ക് ഇവിടെ റേറ്റ് കുറവാട്ടാ. മെയിൻ മാർക്കറ്റ് റായ്പൂരിലെ സപ്ലൈ പോവെല്ലായിടത്തും. വലിയ മാർക്കറ്റല്ല ഇത്. ഒരുപാട് ഇതുണ്ടല്ലോ. ഫുള്ള് ഇലക്കറികൾ. ഇതെല്ലാം മൊത്ത ഇലകളാണ്. നമ്മുടെ നാട്ടിലെ ചീര, തവര, മുരിങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പച്ചക്കറീൻ്റെ വില വരെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇന്ത്യ അറിയാത്തോണ്ട് നോക്കും അറിഞ്ഞൂടാ. പഴത്തിൻ്റെ മാർക്കറ്റാ, പച്ചക്കറി മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെ. ഇവിടെ പക്ഷേ ഒരു നേന്ത്രപ്പഴം, നമ്മളെ നാട്ടിൽ നേന്ത്രപ്പഴം, മൈസൂർ പഴം, കദളി ഇതൊന്നും കിട്ടില്ല. ആകെ കിട്ടും റോബസ്റ്റ് പഴം മാത്രമേ കിട്ടും. പിന്നെ ഇതെല്ലാം ഡ്രസ്സെല്ലാം ഇവർ റോഡ് സൈഡിലിട്ടിട്ട് ഡ്രസ്സെല്ലാം വിൽക്കുന്നത്. ഡ്രസ്സെല്ലാം ഒരു എന്താ പറയേണ്ടത് കുറഞ്ഞ റേറ്റിന് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് എനിക്ക്. കാരണം ഇങ്ങനെ റോഡ് സൈഡിൽ ഇടുന്നത് കൊണ്ട്. ഞങ്ങൾ മീൻ വാങ്ങാൻ വേണ്ടി പോകുന്നത്. മീനെ തപ്പി നടന്നുകൊണ്ടിരിക്കുന്നത് കിട്ടിപ്പോയി. അപ്പോൾ മീനും വാങ്ങി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എടുക്കുന്ന വലിയ പിടിപാടില്ല, അതുകൊണ്ട് ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്.